ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തെ ബാംഗ്ലൂരിലാണ് ശ്രീ ദ്വാദശ ജ്യോതിർലിംഗ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂരിലെ ഓങ്കാർ ഹിൽസിലെ ഓങ്കാർ ആശ്രമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂരിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലങ്ങളിൽ ഒന്നാണ് ശ്രീനിവാസപുരയിലെ ഓങ്കാർ ഹിൽസ്. ശ്രീ ദ്വാദശ ജ്യോതിർലിംഗ ദേവസ്ഥാനം അതുല്യമാണ്. കർണാടകയിലെ ഏറ്റവും ഗംഭീരവും ഭീമാകാരവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ശ്രീ ദ്വാദശ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള യഥാർത്ഥ പൗരാണിക 12 ജ്യോതിർലിംഗങ്ങളുടെ 12 പ്രതിനിധി ജ്യോതിർലിംഗങ്ങൾ ഒരു ക്ഷേത്രത്തിലാണ്. ഓരോന്നിനും ഓരോ ഗർഭഗൃഹവും വിമാനഗോപുരവുമുണ്ട്. ദ്വാദശ 12 ജ്യോതിർലിംഗങ്ങൾ വളരെ പവിത്രവും ഐശ്വര്യപ്രദവും സാധാരണ ശിവലിംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തവുമാണ്. ശാസ്ത്രമനുസരിച്ച് ഒരു ജ്യോതിർലിംഗ ദർശനം പോലും മോക്ഷത്തിലേക്ക് നയിക്കും. സംസ്കൃതത്തിൽ ജ്യോതി എന്നാൽ പ്രകാശം. അതിനാൽ ശിവനെ ജ്യോതിർലിംഗം അല്ലെങ്കിൽ പ്രകാശത്തിന്റെ ലിംഗം രൂപത്തിൽ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് ജ്യോതിർലിംഗം. ശിവൻ ആദ്യമായി ജ്യോതിർലിംഗമായി അവതരിച്ചത് ആരുദ്ര നക്ഷത്രത്തിന്റെ രാത്രിയിലാണെന്നും അതിനാൽ ജ്യോതിർലിംഗത്തോടുള്ള സവിശേഷമായ പൂജയാണെന്നും പുരാണങ്ങൾ പറയുന്നു. 12 ജ്യോതിർലിംഗങ്ങളുടെ പേരുകളും സ്ഥലങ്ങളും ശിവപുരാണത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ശ്രീ മത്സ്യനാരായണ ക്ഷേത്രം, ശ്രീ വനദുർഗ ക്ഷേത്രം, ശ്രീ നാഗദേവത ക്ഷേത്രം, ശ്രീ മുനീശ്വര ക്ഷേത്രം, ഗോശാല, വിശ്വാമിത്ര വേദവിദ്യാലയം എന്നിങ്ങനെ ക്ഷേത്രങ്ങളുടെയും മതപരമായ പ്രവർത്തനങ്ങളുടെയും ആസ്ഥാനമായ ഓങ്കാർ ആശ്രമത്തിലാണ് ഈ ദ്വാദശ ജ്യോതിർലിംഗ ക്ഷേത്രം പവിത്രമായ ആൽമരം, മതസൗഹാർദ്ദ സ്മാരകം. ലോകത്തിലെ ഏറ്റവും വലിയ ഘടികാരങ്ങളിലൊന്നായ ഭീമൻ ടവർ ക്ലോക്ക് ഒരു ആശ്രമം. അതിനാൽ ഈ ദ്വാദശ ജ്യോതിർലിംഗ തീർത്ഥക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനവും എല്ലാ ക്ഷേത്രങ്ങളുടെയും ദർശനവും സന്യാസിമാരുടെ അനുഗ്രഹവും നേടിയാൽ മൂലസ്ഥാനമായ എല്ലാ നവഗ്രഹ ദോഷങ്ങളും 9 ജ്യോതിഷഗ്രഹങ്ങളുടെ ദോഷങ്ങൾ നീങ്ങും. എല്ലാ ദുരിതങ്ങളുടെയും സമൃദ്ധമായ കൃപ, സന്തോഷം, ആരോഗ്യം, സമ്പത്ത്, സമാധാനം എന്നിവ നൽകുന്നു. 12 ജ്യോതിർലിംഗങ്ങളും നർമ്മദ നദിയിലെ കല്ലുകളിൽ നിന്ന് നിർമ്മിച്ച നർമ്മദേശ്വര ലിംഗങ്ങളാണ്. ബാണലിംഗങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഇത് ശിവലിംഗത്തിന് വളരെ നല്ലതാണ്. ഓരോ ജ്യോതിർലിംഗത്തിനും താഴെയായി 1 ഇഞ്ച് നീളമുള്ള 1008 ചെറിയ നർമ്മദേശ്വര ലിംഗങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രീ ഓങ്കാരേശ്വര ലിംഗത്തിന് താഴെ 2008 ചെറിയ നർമ്മദ ലിംഗങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. അതിനാൽ മൊത്തത്തിൽ ക്ഷേത്രത്തിൽ ദൃശ്യമാകുന്ന 12 പ്രധാന ജ്യോതിർലിംഗങ്ങളും ഏകദേശം 13,000 അദൃശ്യമായ നർമ്മദേശ്വര ലിംഗങ്ങളും അടങ്ങിയിരിക്കുന്നു. ശ്രീ മത്സ്യനാരായണ ക്ഷേത്രം സവിശേഷമാണ്. ഭഗവാൻ ശ്രീ മത്സ്യനാരായണ സ്വാമിക്കുള്ള കർണാടകയിലെ ഏക ക്ഷേത്രമാണിത്. ഓങ്കാർ ഹിൽസിലെ ദ്വാദശ ജ്യോതിർലിംഗ ക്ഷേത്രത്തിന് പുറകിൽ കിഴക്കോട്ട് ദർശനമായാണ് ശ്രീ മത്സ്യനാരായണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാപ്രളയത്തിൽ നിന്ന് സൃഷ്ടിയെ സംരക്ഷിക്കുന്നതിനായി മത്സ്യരൂപത്തിലുള്ള ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ആദ്യത്തെ അവതാരമാണ് ഭഗവാൻ ശ്രീ മത്സ്യനാരായണൻ. ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഭഗവാന്റെ കൃപയാൽ ആരോഗ്യം, സമ്പത്ത്, സമാധാനം, ഐശ്വര്യം എന്നിവ ലഭിക്കുന്നു. വിശേഷാൽ അപൂർവമായ ത്വക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുകയും സമൃദ്ധമായ സമ്പത്ത് നേടുകയും ചെയ്യുന്നു. ഭഗവാൻ ശ്രീ മത്സ്യനാരായണന്റെ സാന്നിധ്യമുള്ളിടത്ത് എല്ലാ വാസ്തുദോഷങ്ങളും ഇല്ലാതാകും. ശ്രീമാതാ വനദുർഗ ഓങ്കാര പർവ്വതങ്ങളുടെ അധിഷ്ഠിത ദേവതയും സ്ഥാനദേവതയുമാണ് ദിവ്യമാതാവ് ശ്രീ വനദുർഗ. ദുർഗാദേവിയുടെ നിരവധി രൂപങ്ങളിൽ ഒന്നാണ് വനദുർഗ. പേര് സൂചിപ്പിക്കുന്നതുപോലെ മാതാ വനദുർഗ വനങ്ങളിലും കുന്നുകളിലും താമസിക്കുന്നു. വനദുർഗയുടെ ക്ഷേത്രങ്ങൾ എപ്പോഴും തുറന്നിരിക്കുന്നു. ഓങ്കാർ ആശ്രമം കുന്നിൻ മുകളിലെ ആൽമരത്തിന്റെ ചുവട്ടിൽ ജീവിക്കുന്ന ഒരു ദേവതയാണ് ദേവി. അമ്മയെക്കുറിച്ചുള്ള അനുഗ്രഹീതരായ നിരവധി ഭക്തരുടെ ഉജ്ജ്വലമായ അനുഭവങ്ങൾ ഓങ്കാർ കുന്നുകളിലെ മാതാ വനദുർഗയുടെ ദൈവിക സാന്നിധ്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ഓങ്കാരാശ്രമത്തെ സംരക്ഷിക്കുകയും പുരോഗമിക്കുകയും ചെയ്യുന്നു അമ്മ ശ്രീ വനദുർഗ. ദേവിക്കു കർപ്പൂരം ഇഷ്ടമാണ്. ദുരിതത്തിലോ പ്രയാസത്തിലോ ഉള്ള ഏതൊരു ഭക്തനും ആത്മാർത്ഥമായ വിശ്വാസത്തോടെ കർപ്പൂരം അർപ്പിച്ച് മാതാ വനദുർഗയുടെ ദൈവിക അനുഗ്രഹം തേടാം. അമ്മയെ ഭക്തിയോടെ ആരാധിക്കുന്ന ഒരാൾക്ക് വനദുർഗയുടെ സമൃദ്ധമായ ദയയും കൃപയും കൊണ്ട് സമാധാനവും സമൃദ്ധിയും ലഭിക്കും. ഓങ്കാര ഹിൽസിലെ ശ്രീ നാഗദേവതാ ക്ഷേത്രത്തിൽ സവിശേഷമായ ഒരു ആൺ നാഗദേവതയും പെൺ നാഗദേവതയുമുണ്ട്. നാഗദേവതയുടെ വലതുവശത്ത് ഒരു ആൽമരവും ഇടതുവശത്ത് ഒരു വേപ്പുമുണ്ട്. ദേവതയ്ക്ക് ദിവസവും പൂജകൾ നടക്കും. ഓങ്കാർ കുന്നുകളിൽ ശ്രീ മുനേശ്വരന്റെയും ശ്രീ മഹാഗണപതിയുടെയും ചെറിയ ക്ഷേത്രങ്ങളുമുണ്ട്. രാജ്യത്തെ ഏറ്റവും വലുതും ഭാരമേറിയതുമായ മണികളിൽ ഒന്നായ ഏകദേശം 1200 കിലോഗ്രാം ഭാരമുള്ള ഒരു കൂറ്റൻ വെങ്കലമണി ക്ഷേത്ര ഉപയോഗത്തിനായി ദ്വാദശ ക്ഷേത്ര സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ ജ്യോതിർലിംഗങ്ങൾക്കും ദിവസവും രുദ്രാഭിഷേകവും പൂജയും രാവിലെ 7 മണി മുതൽ രാവിലെ 8 മണി വരെ നടത്തും. കാർത്തിക സോമവാരത്തിൽ രാവിലെ 7 മണി മുതൽ 9 വരെ രുദ്രാഭിഷേകം നടത്തും. ഒരു ജ്യോതിർലിംഗത്തിന് 150 രൂപയാണ് രുദ്രാഭിഷേക ടിക്കറ്റ് നിരക്ക്. പക്ഷപ്രദോഷ പൂജയും ഈ ക്ഷേത്രത്തിൽ മറ്റു തരത്തിലുള്ള സേവകൾക്കൊപ്പം നടത്തപ്പെടുന്നു. 10 വർഷത്തെ പ്രദോഷ പൂജയ്ക്ക് 30,000 രൂപ ഈടാക്കുന്നു. 10 വർഷത്തേക്ക് പ്രസാദം ദാതാവിന് അയക്കും. ഉത്സവ ദിവസങ്ങളിൽ വിശേഷാൽ പൂജകൾ, ഹോമങ്ങൾ തുടങ്ങിയവയും നടക്കും. പ്രദോഷ പൂജകളും കഷ്ടഹര ഗണപതി പൂജകളും പതിവായി. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകിട്ട് 4:30 മുതൽ രാത്രി 8 വരെയും ക്ഷേത്രം ദർശനത്തിനായി തുറന്നിരിക്കും. ഞായർ
അവധി ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ രാത്രി 8 വരെ ക്ഷേത്രം ദർശനത്തിനായി തുറന്നിരിക്കും. ദ്വാദശ ജ്യോതിർലിംഗ ക്ഷേത്രം 2 പ്രധാന വാർഷിക ഉത്സവങ്ങൾ ആഘോഷിക്കുന്നു. എല്ലാ വർഷവും മാഘകൃഷ്ണ ചതുർദശിയിൽ ഫെബ്രുവരി, മാർച്ച് മഹാശിവരാത്രിയുടെ വാർഷിക ഉത്സവം ആഘോഷിക്കുന്നു. കാർത്തിക മാസത്തിലെ വാർഷിക ഉത്സവത്തിൽ ഒക്ടോബർ, നവംബർ പകുതി വരെ 4 തിങ്കളാഴ്ചകളിലും എല്ലാ ജ്യോതിർലിംഗങ്ങൾക്കും പ്രത്യേക അലങ്കാരങ്ങളോടെ കാർത്തിക മാസം മുഴുവൻ പ്രത്യേക അഭിഷേകങ്ങളും പൂജകളും ദീപോത്സവങ്ങളും ഹോമങ്ങളും നടത്തും. ഓംകാരേശ്വർ, വൈദ്യനാഥ, വിശ്വനാഥൻ, ഭീമശങ്കര, ത്രയംബകേശ്വര, ഗുഷ്മേശ്വരനാഗേശ്വര, മല്ലികാർജുന, മഹാകാലേശ്വര, ചണ്ഡികേശ്വര, ത്രയംബകേശ്വര, കാലഭൈരവൻ. ഈ 12 ജ്യോതിർലിംഗങ്ങളിൽ ഏകദേശം 6 അടി ഉയരമുള്ള ഓംകാരേശ്വര ജ്യോതിർലിംഗം മറ്റ് 11 ജ്യോതിർലിംഗങ്ങളാൽ ചുറ്റപ്പെട്ട ക്ഷേത്രത്തിന്റെ മധ്യഭാഗത്ത് സ്ഫടിക ശ്രീയന്ത്രത്തോടുകൂടിയ പ്രൗഢിയുള്ള സ്ഥാനം വഹിക്കുന്നു. ഇതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ജ്യോതിർലിംഗങ്ങൾ. ബാംഗ്ലൂരിൽ നിന്നും മൈസൂർ റോഡിൽ നിന്ന് 2.3 കിലോമീറ്റർ അകലെ കെങ്കേരി ഉത്തരഹള്ളി മെയിൻ റോഡിലാണ് ഓംകാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്.